കാത്തു, ഡേ മഴയത്ത് കളിക്കണ്ടാട്ടോ, നനയും. ഹോ, എല്ലാ രസവും പോയി. അയ്യോ അമ്മേ, അമ്മേ. കാത്തു, നമ്മൾ എവിടെയാ? അറിയില്ല. പക്ഷേ നീ ഇവിടെ എങ്ങനെ എത്തി? ഞാനല്ലേ താഴേക്ക് വീണത്. നീ വീണത് കണ്ടപ്പോ രക്ഷിക്കാൻ ഞാനും കൂടെ ചാടി. ഇപ്പൊ നമ്മൾ രണ്ടും പെട്ടു. നിങ്ങൾ ആരാ? എങ്ങനെ ഇവിടെ എത്തി? ഞാൻ അപ്പു. ഞാൻ കാത്തു. ആരാ? ഇതേതാ സ്ഥലം? ആഹാ, ഇവിടെ ആദ്യായിട്ടല്ലേ. ഞാൻ മിട്ടു. ഇത് എന്റെ നാടാ, കുറിഞ്ഞിക്കാട്. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലെയാ. ഒരു പരുന്താ ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ആ പരുന്തിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടതാ ഞങ്ങള്. ഈ തേൻ കഴിച്ചോ, നിങ്ങളുടെ ക്ഷീണം മാറും. എന്തൊരു ഭംഗിയാകാത്തു ഈ കുറിഞ്ഞിക്കാട് കാണാൻ. ശരിയാ, മിട്ടുവിനെ ഞങ്ങളെ ഇവിടെയെല്ലാം കാണിക്കാമോ? ഞാൻ എപ്പോഴേ തയ്യാർ. പക്ഷേ നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം. ചിലരെയൊക്കെ പേടിക്കുകയും വേണം. ഞങ്ങൾ കളിക്കുന്നൊരു പുൽമേടുണ്ട്, നിറയെ കുറിഞ്ഞിപ്പൂക്കൾ അവിടെ. നമുക്കാദ്യം അങ്ങോട്ട് പോയാലോ? ദാ നോക്ക്, ഇപ്പൊ നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലമാ. എന്തൊരു ഭംഗിയാ! നീലമലകളോ? നമുക്കിവിടുന്ന് പോയാലോ? എന്തോ പ്രശ്നമുണ്ട്. ഓടിക്കോ, ചെന്നായാണ്. പൂക്കാട് ചെമ്പൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ചെമ്പന്റെ വായിലായത് തന്നെ. ഓടിക്കോ. കാത്തു, ഈ മരത്തിലേക്ക് കേറി വാ. അമ്മേ, രക്ഷപ്പെട്ടു കാത്തു. ചതിച്ചോ? മിട്ടു മാളത്തിൽ കയറി രക്ഷപ്പെട്ടതാ. ഓ, ഇതായിരിക്കും ചിലരെയൊക്കെ സൂക്ഷിക്കണമെന്ന് മിട്ടു പറഞ്ഞത്. ശരിയാ. എന്താ കിട്ടു? എന്താ മുഖത്തൊരു വാട്ടം? ചേച്ചി എവിടെ? ചേച്ചി ഞങ്ങളെയും പറ്റിച്ച് അപ്പൂനെയും കൂട്ടി എങ്ങോട്ടോ കളിക്കാൻ പോയി. ഞങ്ങളെ കൂട്ടിയില്ല. ആഹാ, അവളിങ്ങ് വരട്ടെ, അമ്മ ചോദിക്കുന്നുണ്ട്. എന്നാലും കുഞ്ഞിനെ ഇട്ടിട്ട് ഇവരിതെവിടെ പോയി? കാത്തു, ഇനി എന്ത് ചെയ്യും? മിട്ടുവിനെ ചെമ്പൻ പിടിച്ചത് തന്നെ. നമുക്കാദ്യം സമാധാനമായിട്ടൊന്ന് ആലോചിക്കാം. എന്താ? ശരി, പക്ഷെ സമാധാനം കിട്ടണ്ടേ? ഏതായാലും ചെമ്പന് നമ്മളെ കാണാൻ കഴിയില്ല. നമുക്ക് കുറെ കൂടി മോളിൽ കയറി നോക്കിയാലോ? ആ, ശരി കാത്തു. നോക്കപ്പോ, ആ മാളത്തിനു മുകളിൽ ഒരു മരക്കൊമ്പ് ചാഞ്ഞു നിൽപ്പില്ലേ?
അതില് തൂങ്ങിക്കിടക്കുന്ന ആ വലിയ കായ കണ്ടോ? ആ, അതൊരു ചക്കയല്ലേ? അതിനെന്താ? അപ്പോ നമുക്ക് ആ ചക്ക മുറിച്ച് ചെമ്പന്റെ പുറത്തിട്ടാലോ? അത് കൊള്ളാം കാത്തു. ചക്കയ്ക്കാകുമ്പോ നിറയെ മുള്ളും കാണും. പക്ഷേ നമ്മളെങ്ങനെയാ പ്ലാവിലെത്തും? ഇവിടെ നിറങ്ങിയാൽ ഏതായാലും ചെമ്പൻ കാണും. അപ്പോ ഈ മരത്തിൽ നിന്ന് നേരെ ആ മരത്തിലേക്ക് ചാടാൻ പറ്റണം. നിനക്കതിന് കഴിയുമോ അപ്പു? ഞാനൊന്ന് നോക്കട്ടെ. പ്രയാസമാണ്, എന്നാലും പറ്റുമെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ മരത്തിൽ നിന്നിറങ്ങി ചെമ്പന്റെ ശ്രദ്ധ തിരിക്കാം. എന്നിട്ട് ചുറ്റിനും ഒരു വട്ടം ഓടി തിരികെ വരാം. നീ അപ്പോഴേക്കും അങ്ങ് എത്തണം. എന്നിട്ട് ചക്കയെ വീഴാൻ പാകത്തിന് കടിച്ചു മുറിച്ച് വെക്കണം. ചെമ്പൻ തിരികെ എത്തുമ്പോൾ ദേഹത്ത് തന്നെ വീഴ്ത്തണം. അപ്പോ ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ? കാത്തു, സൂക്ഷിക്കണേ. അപ്പോ നീയും സൂക്ഷിക്കണേ. നിന്നെയൊക്കെ എന്റെ കൈ കിട്ടും. അമ്മേ, അയ്യോ അയ്യോ, മാന ഒടിഞ്ഞു വീണേ. അയ്യോ. ഈ മുയലമ്മാച്ചനെ അറിയില്ലേ?
ഒരു പൂജാരി കാട്ടിലൂടെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൂപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണമെന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ, എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ തൻ്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പ, അപ്പൂപ്പ, ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിലിറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിൻ്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. ഓ, കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ. ഞാനിപ്പോൾ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി. എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാം ആ പൂജാരി അപ്പൂപ്പൻ്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടതുകൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം. അപ്പൂപ്പ, അപ്പൂപ്പ, അയ്യോ, ആ കടുവ ചത്തില്ലേ? എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ, വേഗം ഇറങ്ങി വാ. അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി.
എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു. പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി. ഒരു തവള. അയ്യോ, എന്നെ രക്ഷിക്കണേ. നീ എങ്ങനെ ഇതിനുള്ളിൽ പെട്ടു? ഞാൻ ഈ കിണറ്റിലെ തവളയാണ്. ആരോ വെള്ളം കോരിയപ്പോ ഞാനിതിനുള്ളിലായിപ്പോയി. എന്നെ രക്ഷിക്കൂ. വിഷമിക്കേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. വളരെ ഉപകാരം. എന്റെ ജീവൻ നീ രക്ഷിച്ചു. നീ എന്റെ കൂടെ വരുന്നോ? നിനക്ക് ഞാൻ എന്റെ കൂട്ടുകാരെ ഒക്കെ കാട്ടിത്തരാം. അയ്യോ, എനിക്ക് തിരികെ പോകണം. നമുക്ക് ഉടനെ തിരിച്ചെത്താം. എന്താ? എന്നാ ശരി, ഞാനും വരാം. ഹായ്, എത്ര നല്ല കുളം. ഈ കുളത്തിൽ ധാരാളം മീനുകളും പിന്നെ തവളകളുമുണ്ട്. എല്ലാരും എന്റെ ചങ്ങാതിമാരാ. ആണോ? ചങ്ങാതി, നിന്റെ കിണറ്റിൽ മീനുകളുണ്ടോ? ഇല്ല. വാ, നിനക്ക് ഞാൻ മീനുകളെ കാട്ടിത്തരാം. ഓടിവാ, ഓടിവാ. അയ്യേ, ഇവ മീനുകളല്ല, വാൽമാക്രികളാണ്. വാൽമാക്രിയോ? അതെന്താ ജീവി? നിനക്ക് തെറ്റിയതാ. ഇവ മീനുകൾ തന്നെ. അല്ല അല്ല, ഇവ വാൽമാക്രികൾ തന്നെ. അല്ല അല്ല അല്ല. പൂപ്പി, നിന്റെ ചങ്ങാതി പറയുന്നത് സത്യമാണ്. അവ വാൽമാക്രികൾ തന്നെയാ. ഞാനാ അവരുടെ അമ്മ. ആണോ? പൂപ്പിക്കുട്ടാ, ഞാൻ ആദ്യം ഈ വെള്ളത്തിന് മുകളിൽ മുട്ടയിടും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ടയിൽ നിന്നും കുഞ്ഞു വാൽമാക്രികൾ ഉണ്ടാവും. പിന്നെ അവയ്ക്ക് കാലുകൾ മുളയ്ക്കും. എന്നിട്ട് വാൽമാക്രിയുടെ വാൽ ചെറുതായി ചെറുതായി വലിയ തവളയായി മാറും. ഹായ്,
പിന്നീട് തവളകളുടെ ജീവിതം കരയിലാണ്. ഇടയ്ക്ക് നീന്താനും മുട്ടയിടാനും വെള്ളത്തിലേക്ക് തിരിച്ചു വരും. എന്താ, കഥ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട് തവളയമ്മേ. നിന്റെ ഈ ചങ്ങാതി എവിടുന്നാ വന്നത്? മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അടുത്തുള്ള കിണറ്റിലെയാ കുളം കാണാൻ വന്നതാ. മഴ വരുന്നു. ഇനി ഇവിടെ ഉത്സവമാണ്. നിങ്ങളും കൂടിക്കോ. ഹായ്, എന്ത് രസം. എനിക്ക് അവരോടൊപ്പം കളിക്കാൻ തോന്നുന്നു. ഏയ്, ഞങ്ങളോടൊപ്പം കൂടുന്നോ? എനിക്കും അവരോടൊപ്പം നീന്തി കളിക്കാൻ ഒരു മോഹം. ശരി, ഞാൻ ഇവിടെ ഇരിക്കാം. നീ പോയി നീന്തിയിട്ട് വാ, വൈകരുത്. ഹായ്, എന്ത് രസം. എന്റെ പൊട്ടക്കിണറ്റിൽ ഇതൊന്നും ഇല്ല. എന്റെ ചങ്ങാതി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ചെങ്ങാതി, ചെങ്ങാതി, ചെങ്ങാതി മാറിക്കോ. നീർക്കോലി നിന്നെ പിടിക്കാം. അയ്യോ, കഷ്ടം. എന്റെ ചെങ്ങാതി നീർക്കോലി പിടിച്ചു ആവും. പൂപ്പി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ ചെങ്ങാതി? ഇല്ല പൂപ്പി, നീയും ഈ 2 കൂട്ടുകാരുമാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഇവരെന്നെ ഒരു ചെടിയുടെ ഇടയിൽ ഒളിപ്പിച്ചു. ഭാഗ്യം, നീർക്കോലി എന്നെ പിടിച്ചില്ല. അതെയോ, നിനക്ക് തിരിച്ചു പോകണ്ടേ? നിന്നെയും ഈ നല്ല കൂട്ടുകാരെയും വിട്ടിട്ട് ഞാനിനി ഒരിടത്തും പോകുന്നില്ല. ഹായ്, എനിക്ക് സന്തോഷമായി. ഞാൻ വെറും ഒരു പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു. നീയാണ് എനിക്ക് ഈ വിശാലമായ ലോകം കാട്ടിത്തന്നത്. വളരെ വളരെ നന്ദി. കാലിലെന്ത് കാര്യമെന്നതാളിനൊത്തു മാറും. ചിലർക്കു വേണം വേഗം, ചിലർക്കു വേണം താങ്ങും. മല്ലടിക്കുവാനും സഞ്ചരിക്കുവാനും ചിലർക്കു വേണം 100, ചിലർക്കു വേണ്ടതാനും. നടന്നു നീങ്ങി ഭക്ഷണം സംഭരിക്കുവാനും ചിലർക്കിഴഞ്ഞു പോയി പൊത്തിലൊളിച്ചിരിക്കുവാനും. മനുഷ്യനും ഉണ്ട് 2 കാല് നിൽക്കുവാനും നടന്നിടാനും ഓടിടാനും പന്ത് തട്ടുവാനും. കാലിലെന്ത് കാര്യമെന്നതാളിനൊത്തു മാറും. ചിലർക്കു വേണം വേഗം, ചിലർക്കു വേണം താങ്ങും. മല്ലടിക്കുവാനും സഞ്ചരിക്കുവാനും ചിലർക്കു വേണം 100, ചിലർക്കു വേണ്ടതാനും. ഞാനും നീയും എല്ലാരും പായുമ്പോ കേറും കാലും മേൽ താളം. പല നീളം കോലം എന്നാലും എന്നെന്നും കാണും ചുമലിന്മേൽ ഭാരം. ഞാനും നീയും എല്ലാരും പായുമ്പോ കേറും കാലും മേൽ താളം. പല
എട്ടുകാലിയും തേളും നീരാളിയും 8 വീതം കാലുള്ള പോരാളികൾ, കാടടക്കി വാണിടുന്ന സിംഹരാജാവും ഒട്ടുമിക്ക പ്രജകളും 4 കാലികൾ. 10 കാലം 2 സൈഡിലേക്ക് തെന്നി മാറി, 100 കാല നട്ടയോ മെല്ലെ മെല്ലെ നീങ്ങി, വലവലിച്ചൊരു 8 കാലി ഇരതിരഞ്ഞിരിപ്പു, ജിറാഫ് കോലൻ കാലുകളിൽ ഒക്കെ കണ്ടു നിപ്പു. ആകാശവീതിയിൽ പാറിടുന്ന പ്രാവിനും കഴുകനും പരുന്തിനും ചിറകു മാത്രം പോരാ, മണ്ണിൽ വന്ന് 2 കാലിൽ നിന്ന് വേണം ഇരവിഴുങ്ങി ചിറകടിച്ച് പാറിയങ്ങ് പോകാൻ. എട്ടുകാലിയും തേളും നീരാളിയും 8 വീതം കാലുള്ള പോരാളികൾ, കാടടക്കി വാണിടുന്ന സിംഹരാജാവും ഒട്ടുമിക്ക പ്രജകളും 4 കാലികൾ. കാലിലെന്ത് കാര്യമെന്നത് ആളിനൊത്തു മാറും, ചിലർക്കു വേണം വേഗം ചിലർക്കു വേണം താങ്ങും, മല്ലടിക്കുവാനും സഞ്ചരിക്കുവാനും ചിലർക്കു വേണം 100 ചിലർക്കു വേണ്ടതാനും. ഞാനും നീയും എല്ലാരും പായുമ്പൊക്കേറും കാലും മേൽത്താളം, പല നീളം കോലം എന്നാലും എന്നെന്നും കാണും ചുമലിന്മേൽ ഭാരം. കാലിലെന്ത് കാര്യമെന്നത് ആളിനൊത്തു മാറും, ചിലർക്കു വേണം വേഗം ചിലർക്കു വേണം താങ്ങും, മല്ലടിക്കുവാനും സഞ്ചരിക്കുവാനും ചിലർക്കു വേണം 100 ചിലർക്കു വേണ്ടതാനും. നടന്നു നീങ്ങി ഭക്ഷണം സംഭരിക്കുവാനും ചിലർക്കിഴഞ്ഞു പോയി പൊത്തിലൊളിച്ചിരിക്കുവാനും, മനുഷ്യനും ഉണ്ട് 2 കാല് നിൽക്കുവാനും, നടന്നിടാനും ഓടിടാനും പന്ത് തട്ടുവാനും. വെള്ളരിക്ക പട്ടണത്തിലെ മഹാരാജാവ് നാട് നീങ്ങി. ദുഃഖാചരണം 1 മാസത്തോളം നീണ്ടുനിന്നു. അത് കഴിഞ്ഞപ്പോൾ രാജമാതാവും പരിവാരങ്ങളും പുതിയ രാജാവിനെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. കാരണം മഹാരാജാവിന് അനന്തരാവകാശികൾ ആരുമില്ലായിരുന്നു. രാജമാതാവിന്റെ ആജ്ഞപ്രകാരം മന്ത്രി അതിനായി ഒരു ഋഷിവര്യനെ സമീപിച്ചു. കുറച്ചുനേരം ധ്യാനിച്ച ശേഷം അദ്ദേഹം മന്ത്രിക്കൊരു ഉപായം പറഞ്ഞുകൊടുത്തു. വായുവിനെയും അഗ്നിയെയും ജലത്തെയും ഒരുപോലെ മെരുക്കാൻ കഴിയുന്ന ഒരുവനാണ് വെള്ളരിക്ക പട്ടണത്തിലെ രാജാവാകാൻ സർവ്വഥാ യോഗ്യൻ. അങ്ങനെ ഒരാൾ ഈ നാട്ടിൽ തന്നെയുണ്ട്. അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക. മന്ത്രി ഇക്കാര്യം രാജമാതാവിനെ അറിയിച്ചു. ഋഷി പറഞ്ഞ കഴിവുകളുള്ള ആളെ കണ്ടെത്താനായി നാട് മുഴുവൻ തിരയാൻ രാജമാതാവ് ഉത്തരവിട്ടു. രാജകിങ്കരന്മാർ ഇത് രാജ്യമെല്ലാം വിളംബരം ചെയ്തു. രാജമാതാവ് തിരുമനസ്സുകൊണ്ട് വെള്ളരിക്ക പട്ടണത്തിലെ പ്രജകളുടെ അറിവിലേക്കായി അരുളി ചെയ്യുന്നതെന്തെന്നാൽ, വായുവിനെയും അഗ്നിയെയും ജലത്തെയും ഒരുപോലെ മെരുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായി രാജസദസ്സിലെത്തേണ്ടതാണ്. കഴിവുകൾ തെളിയിക്കുന്ന പക്ഷം അയാളെ വെള്ളരിക്ക പട്ടണത്തിലെ മഹാരാജാവായി വാഴിക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. പ്രജകൾ ഇത് കേട്ട് ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും കയ്യിൽ കിട്ടിയ അവസരമോർത്ത് ആഹ്ലാദിച്ചു. അങ്ങനെ രാജാവാകാൻ കൊതിച്ച പലരും വായുവിനെയും തീയെയും വെള്ളത്തെയും മെരുക്കാനുള്ള ശ്രമം തുടങ്ങി. മിക്കവരും ശ്രമം പാതി വഴിയിൽ തന്നെ ഉപേക്ഷിച്ചു. ശേഷിച്ചവർ ഒടുവിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ.
അതേസമയം വീരുവാകട്ടെ ചിത്രാംഗതന്റെ വീട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി അവിടുത്തെ ഇളയ മകനായി വളർന്നു വന്നു. ഒരു ദിവസം കുട്ടികൾ ഒളിച്ചു കളിക്കുകയായിരുന്നു. ചായം മുക്കാൻ ഉപയോഗിക്കുന്ന സാമാന്യം വലിയൊരു കലത്തിനുള്ളിലാണ് വീരു ഒളിക്കാൻ കയറിയത്. അപ്പോഴാണ് അതുവഴി ഒരു കള്ളൻ പതുങ്ങി വന്നത്. കള്ളന് വലിയ കലം കണ്ടപ്പോൾ കലശലായ മോഹം തോന്നി. വീരു അകത്തുണ്ടെന്നറിയാതെ കള്ളൻ കലവും കൊണ്ട് കടന്നു കളഞ്ഞു. അയ്യോ, ഇതിനകത്തെന്താ ഒരു തട്ടുമുട്ടും? അയ്യോ, ചിലപ്പോൾ പാമ്പായിരിക്കും. ഉരുണ്ടുപോയ കലം ഒരു മുണ്ടിൽ കുരുങ്ങി അടുത്തുള്ള പൊന്തയിൽ തട്ടി നിന്നു. പൊന്തയ്ക്കുള്ളിൽ മയങ്ങുകയായിരുന്ന ഒരു പുലി മുണ്ടിനുള്ളിലെ അനക്കം കണ്ടപ്പോൾ അടുത്തു വന്ന് പരിശോധിച്ചു. ഓ, ഇതിനകത്തേതെങ്കിലും മണ്ടൻ ജീവി പെട്ടിട്ടുണ്ടാവും. ഇന്നത്തേക്ക് കുശാലായി. പുലി അതിനെ കടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. അയ്യോ, കാട്ടുതീ! എന്റെ കുഞ്ഞുങ്ങൾ! തീഗോളമായി ഉരുണ്ടുപോയ കലം ചെന്ന് വീണത് ഒരരുവിയിലായിരുന്നു. അരുവിയിലൂടെ ഒഴുകിയ കലം ഒരു വെള്ളച്ചാട്ടത്തിൽ പതിച്ചു. വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന കലം ഒരു പാറയിൽ തട്ടി ചിതറി. പാറയിൽ പിടിച്ചു കയറിയ വീരുവിനെ ഒരു പരുന്ത് റാഞ്ചി കൊണ്ടുപോയി. ആകാശസഞ്ചാരം വീരുവിന് നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ സാഹസികമായി പരുന്തിന്റെ പുറത്ത് കയറി പറ്റി. എന്നാൽ പരുന്തിനാകെ വെപ്രാളമായി. പോരാത്തതിന് പ്രതീക്ഷിച്ചതിലേറെ ഭാരവും. എങ്ങനെയും കുട്ടിയെ താഴെയിടാനായി പരുന്ത് ശ്രമിച്ചു. വീഴാതിരിക്കാനായി നമ്മുടെ വീരുവും. വീരുവിനെ അന്വേഷിച്ച് വീട്ടുകാരും രാജാവിനെ കിട്ടാതെ വലഞ്ഞ മന്ത്രിയും പരിവാരങ്ങളും അപ്പോൾ ഋഷിവര്യന്റെ അടുത്തെത്തിയിരുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം അദ്ദേഹത്തിനുണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. കാര്യങ്ങളെല്ലാം ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞ ഋഷി വീരുവാണ് രാജാവാകാൻ സർവഥാ യോഗ്യനെന്ന് തിരിച്ചറിഞ്ഞു. ചിത്രാംഗതനും കുടുംബവും വീരുവിനുണ്ടായ ഭാഗ്യത്തിൽ അതിയായി സന്തോഷിച്ചു. അങ്ങനെ വീരു വെള്ളരിക്ക പട്ടണത്തിലെ പുതിയ രാജാവാകാനായി കൊട്ടാരത്തിലേക്ക് യാത്രയായി.